എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.kannur.ac.in/FRYUG ADM 2025/index.php എന്നുള്ള ലിങ്ക് മുഖേന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിലാണ് എത്തുക. അപ്പോൾ ഹോം പേജിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോൺ, അതായത് ഞാൻ ജസ്റ്റ് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നോർമലായിട്ട് സാധാരണ പിടിക്കുന്ന രീതിയിൽ പിടിക്കുക. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ജസ്റ്റ് അതായത് ഈ ഒരു രീതിയിൽ അതായത് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് ആ ഒരു ഭാഗം, അതായത് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജിൻ്റെ ഭാഗം കൃത്യമായിട്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ ഫോൺ പിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അവിടെ താഴെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ നമ്പർ. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാം, ആ ഒരു കോഡിൻ്റെ നേരെയായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു നമ്പറാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യം നോക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അതായത് ഗെറ്റ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് ഇവിടെ ഇതുപോലെയാണ് കാണാൻ പറ്റുക. സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഇമെയിലായിട്ട് വരികയും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. ഇനി വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ നേടാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം അതായത് ഈ ഒരു ജൂൺ 24 മുതൽ ജൂൺ 30 വരെയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ഒന്നുകിൽ പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച പേജിൽ പേ ഫീസ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഇൻ്റർഫേസ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണത്തിൽ SBI പേ അതിൻ്റെ ആ ഒരു ലിങ്കാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് ജനറൽ വിഭാഗമാണെങ്കിൽ 990 രൂപയും SC/ST വിഭാഗം ആണെങ്കിൽ നിങ്ങൾക്ക് 925 രൂപയുമാണ് ഈ ഒരു മാൻഡേറ്ററി ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 30 വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. ഇനി അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരം എപ്പോഴാണ് കോളേജിൽ ഹാജരാവേണ്ടത് ആ ഒരു സമയം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.